നമസ്കാരം. പാലക്കാട് ഒരു പാവപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളിയെ തല്ലിക്കൊന്ന വാർത്ത വലിയ ചർച്ചയായിരുന്നു. നമ്മൾ ആ വാർത്തയും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ കണ്ടതാണ്. എന്തിനാണ് ഇയാളെ ഇത്രയും ക്രൂരമായി വെറും മോഷണ കുറ്റം ആരോപിച്ച് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത്? എന്തിനാണ്? ആരാണ് ഇത് ചെയ്തത്? ഇത്രയും ക്രൂരമായിട്ടൊക്കെ ഒരു മനുഷ്യനോട് പെരുമാറാമോ? എത്ര ദയയില്ലാത്ത ക്രൂരത, മൃഗങ്ങൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് മനുഷ്യർ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള ചർച്ചയാണ് ദിവസങ്ങളായി ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്നത്. ഈ മരിച്ചുപോയ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വിങ്ങി പൊട്ടി ഹൃദയം തകർന്നു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത്രയും ക്രൂരമായിട്ടാണ് ഇയാളെ മർദ്ദിച്ചു കൊന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്, രാംനാരായൺ എന്നാണ് ഇയാളുടെ പേര്. ഡോക്ടർ ഹിതേഷ് ശങ്കർ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ പേരാണ്. കാലിന്റെ ചെറുവിരൽ മുതൽ തലയോട്ടി വരെ അടിച്ച് തകർത്തു. വാരിയലുകൾ എല്ലാം തകർന്നു, നട്ടലൊടിഞ്ഞു. വടികൊണ്ടുള്ള അടികളാണ് ഏറെയും ഇയാൾക്ക് സംഭവിച്ചത്. ശരീരത്തിന്റെ ഒരു ഭാഗത്തും അടിയേറ്റ പാടില്ലാതെയില്ല. മരണശേഷവും ഇയാളെ അടിച്ച് ശരിയാക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറയുന്നത്. പൈശാചിക ആൾക്കൂട്ട മർദ്ദനത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണങ്ങൾ ഡോക്ടറുടെ വെളിപ്പെടുത്തലോടെ സംശയനിഴലിലുമായി. തലച്ചോറിലേറ്റ ക്ഷതമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രാംനാരായൺ ആശുപത്രിയിൽ മരണപ്പെട്ടതായി പോലീസ് ഔട്ട് പോസ്റ്റിൽ അറിയിച്ചു എന്നാണ് FIR. എന്നാൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാൾ മരിച്ചു. മരിച്ചിട്ടും മർദ്ദനം തുടർന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. പോലീസ് ഇതിനകത്ത് ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഈ ചോദ്യവും ഇവിടെ ചോദിക്കേണ്ടതുണ്ട്. ഇത്രയും ക്രൂരമായി ഒരു മനുഷ്യനെ തല്ലിക്കൊന്നിട്ട് ആ കൊലപാതകികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നത് എന്തിനാണ്? എന്താണ് അതിന് പിന്നിലുള്ള ചേതോവികാരം? ഇവിടെ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഭരിക്കുന്ന പോലീസാണ് ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത്. പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു. ഗർഭിണിയായ സ്ത്രീയുടെ ചെകിട്ട തടിക്കുന്ന, നെഞ്ചിന് പിടിച്ച് ഉന്തിയിടാൻ ശ്രമിക്കുന്ന പോലീസ്. ഈ കൊലപാതകികളെ രക്ഷിച്ചെടുക്കാൻ FIR മാറ്റിയെഴുതുന്ന പോലീസ്. കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് മാത്രം ഈ സംശയം ഇപ്പോൾ ഉയരുകയാണ്. ഇല്ലെങ്കിൽ ഇതൊരു സാധാരണ മരണമായിട്ടോ മർദ്ദനമായിട്ടോ ചിത്രീകരിക്കപ്പെടുമായിരുന്നു. തലച്ചോറിലുണ്ടായ രക്തസ്രാവം ഒരു വേള മരണത്തിന് കാരണമായിട്ടുണ്ടാകും. പക്ഷേ ഇയാളെ തല്ലിക്കൊല്ലുകയായിരുന്നു എന്നാണ് ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ നിരവധി പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയ ഡോക്ടർ ഹിതേഷ് ഇത്തരത്തിൽ ഒരു മരണം, ഒരു മൃതശരീരത്തിന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടേയില്ല എന്ന് വേദനയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അത്രയും ക്രൂരമായി ആക്രമിച്ചു കൊല്ലുകയായിരുന്നു. ഇവിടെ കേരളത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. 2 ടേൺ LDF സർക്കാർ ഭരിച്ച് സകലതും മുടിച്ച് തേച്ച് കഴുകി സാമ്പത്തികമായി പൊട്ടിത്തകർന്ന് ഒന്നുമില്ലാതെ ഗതിയില്ലാതെ മനുഷ്യർ അലയുകയാണ്. അക്കൂട്ടത്തിൽ ജീവനും സ്വത്തിനും ഭീഷണി. അന്യ സംസ്ഥാനത്ത് നിന്ന് പണിയെടുക്കാനായിട്ട് ഒരുത്തൻ വന്നിട്ട്, നമ്മൾ അന്യ സംസ്ഥാനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, എന്നാൽ പോലും പാവപ്പെട്ടവൻ പണിയെടുക്കാൻ വന്നതാണ്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ആ മനുഷ്യൻ ഇത്രയും ക്രൂരമായ ആക്രമണത്തിന് ഇരയാവുകയും മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും ഇത് അന്വേഷിച്ച കേരള പോലീസ് FIR വരെ മാറ്റി എഴുതി ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഏറ്റവും ഗുരുതരമായ വിഷയമാണ് പരിശോധിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിലടക്കം കോടതി ഇടപെടണം. കോടതി ഇടപെട്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം. ഛത്തീസ്ഗഡുകാരനായാലും ആസാംകാരനായാലും ഒരു മനുഷ്യനാണ്. കുടുംബമുണ്ട് അയാൾക്ക്. അയാളെയാണ് തല്ലിക്കൊന്നിരിക്കുന്നത് മോഷണക്കുറ്റം ആരോപിച്ച്. പണ്ട് മധുവിനെ, ആഹാരം മോഷ്ടിച്ചതിന് മധുവിനെ, ആദിവാസിക്കാരനായ മധുവിനെ തല്ലിക്കൊന്നത് ഓർമ്മയില്ലേ? എത്ര ക്രൂരമായിട്ടാണ് ഇവിടെ മനുഷ്യരോട് പെരുമാറുന്നത്. ക്രമസമാധാന നില, നിയമ വാഴ്ച എന്നൊക്കെയുള്ളത് ഇവിടെ വെറും കഥകൾ മാത്രമായി, കെട്ടുകഥകൾ മാത്രമായി മാറിയിരിക്കുന്നു.